കുക്കുറുമ്പൻ എല്ലാവരും ഹാപ്പി അല്ലേ? നവംബർ 14 ദേശീയ ചിൽഡ്രൻസ് ഡേ ആണ്, ബാൽ ശിശുദിനാണ്. അതോടൊപ്പം തന്നെ വേൾഡ് ഡയബറ്റിസ് ഡേയുടെയാണ്. നമ്മുടെ ഇന്ത്യ ഇന്ന് കുട്ടികളുള്ള പ്രമേഹത്തിൻ്റെ ലോകത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. ഒരുപക്ഷെ നമ്മൾ കുട്ടികൾ കൊടുക്കുന്ന ഭക്ഷണവും കുട്ടികളുടെ ഇന്നത്തെ ജീവിത ശൈലിയും കുട്ടികളിൽ പോലും പ്രമേഹത്തെ വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളതാണ്. ടൈപ്പ് 1 പ്രമേഹമാണ് കുട്ടിക്കാലം തൊട്ടേ കാണുന്നത്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം വളരെ മുതിർന്നവരിൽ കാണുന്ന ആ പ്രമേഹം ഇന്ന് കുട്ടികളിലൊക്കെ വളരെ സർവ്വസാധാരണമായി കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാലദിനത്തിൽ, ഈ ഡയബറ്റീസ് ഡേയിൽ, രണ്ടും കൂടി കമ്പൈൻഡായ ഒരു ദിവസത്തിൽ നമ്മുടെ കുട്ടികളെ പ്രമേഹം വരുന്നത് തടയാനും ഭാവിയിൽ വരുന്നത് തടയാൻ പോലും സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രം കണ്ടുകൊണ്ടിരുന്ന ടൈപ്പ് 2 പ്രമേഹം പോലത്തെ പ്രമേഹങ്ങൾ ഇന്ന് കൊച്ചു കുട്ടിക്കാലം തൊട്ടേ കടന്നു വരുന്നത്. കാരണം വാർദ്ധക്യത്തിൽ അങ്ങ് കിടപ്പിലായാൽ നമ്മൾക്കുണ്ടാവുന്ന ഒരു ജീവിത സാഹചര്യം ഇന്ന് കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയതുകൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് കുട്ടികൾ കൂടുതൽ സമയം, പണ്ടൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും സ്കൂളിൽ പോകുമ്പോഴും ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കളിച്ച് നടന്നൊരു കാലമായിരുന്നു. കില്ലിയും കോലും കളിച്ചും നാട്ടിലിങ്ങനെ പലതും കളിച്ച് എന്നും ആക്ടിവിറ്റീസിലായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അതല്ല. അവർ കൂടുതൽ സമയം ഇരിക്കുന്നു, കുറച്ച് സമയം ചലിക്കുന്നു. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുഹമ്മദ് ഖാൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാറുമുട്ടായിയും കുറച്ച് നെല്ലിക്കയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ കലോറി അടങ്ങിയ, കൂടുതൽ ഷുഗർ അടങ്ങിയിട്ടുള്ള സ്നാക്കുകളാണ് കൂടുതൽ കഴിക്കുന്നത് എന്നുള്ളതാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും വ്യത്യസ്തപരമായിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ, കുക്കികൾ, അതുപോലത്തെ ഐസ്ക്രീമുകൾ, ഇതൊക്കെ കഴിച്ചിട്ട് ഷുഗർ കൂട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ഉറക്കത്തിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാലോ, കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ തോണ്ടി ഇരുന്ന് അവസാനം അവർക്ക് ഉറങ്ങാൻ സമയം ഉണ്ടാവില്ല. രാത്രി കാലങ്ങളിൽ പോലും കുട്ടികളൊക്കെ ഫോൺ കോളുകളൊക്കെ മുഴുകിയിട്ട് അവർ ഉറക്കം ത്യജിക്കുന്ന സാഹചര്യമുള്ളത്. ഇതെല്ലാമാണ് കുട്ടികൾക്കിടയിൽ പ്രമേഹം ഇത്രയധികം ഉണ്ടാക്കിയത് എന്ന് വേണം നമുക്ക് പറയാൻ. ഒരു ഷുഗർ ട്രാഫിക് ജാമായിട്ട് നമ്മളെ കുട്ടികളുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഷുഗർ ഉണ്ടാക്കുന്ന ട്രാഫിക് ജാമിൽ നിന്ന് മോചിതരാവാൻ വേണ്ടി നമുക്ക് കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ കുറച്ച് ഫൺ ആക്ടിവിറ്റീസും നമ്മൾ രക്ഷിതാക്കൾ കൂടി ചേർന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമാണെന്ന് പറഞ്ഞു തരുന്നത്. കുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം സ്പിരിറ്റിലാണ്. നമുക്ക് പ്രമേഹത്തെ ആട്ടി ഓടിക്കാനുള്ള നമ്മുടെ ചലഞ്ചും ഇതേ സ്പിരിറ്റിൽ എടുക്കാം. നമുക്കൊരു ഫ്രൂട്ട് നിഞ്ച ഗെയിം പോലെ